വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴയ പേപ്പർ വെച്ച് പുതിയ പേപ്പർ ഉണ്ടാക്കാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. കുറെ കാലമായിട്ട് ടു ഡു ലിസ്റ്റിൽ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് പഴയ പേപ്പേഴ്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ടുകൊടുക്കുക. പഴയ നോട്ട്ബുക്കിലെ പേജോ ന്യൂസ് പേപ്പേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിവിടെ ഒരു ദിവസം മുഴുവൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വീട്ടിൽ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ മിക്സർ എടുക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പം നമ്മുടെ പഴയ പേപ്പറൊക്കെ അരച്ച് പൾപ്പാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചാണ് നമ്മൾ പുതിയ പേപ്പർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പൾപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. പേപ്പർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കളറ് ആവുമോയെന്നറിയില്ല, നമുക്ക് നോക്കാം. ഇനി നമുക്ക് പേപ്പർ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടൊരു സംഭവമുണ്ട്, അതിൻ്റെ മോൾഡ്. അപ്പോൾ ഞാനതിൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. വീട്ടിലുണ്ടായിരുന്ന മൾട്ടിവുഡിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വുഡിൻ്റെ പീസ് വെച്ചിട്ട് മോൾഡ് ഉണ്ടാക്കുന്നതാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്തു. ഇനി ഇതേപോലെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ മൾട്ടിവുഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ഫോം ഷീറ്റ് എടുത്തിട്ട് അത് ഇതേ സൈസിൽ കട്ട് ചെയ്ത് സ്ക്വയറായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ്റെ മേലെയാണ് നമ്മൾ നെറ്റ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അരിപ്പ ഉണ്ടാവില്ലേ, പൊടിയൊക്കെ അരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അത് നമുക്ക് മോൾഡാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് സ്ക്വയർ ഷേപ്പുള്ള പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മോൾഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇവിടെ എക്സസ് ആയിട്ട് വരുന്ന നെറ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് പേപ്പർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എന്താ സംഭവിക്കുകയെന്നൊന്നും അറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നെറ്റ് വരുന്ന ഭാഗം താഴ്ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ പൾപ്പ് മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ കുറച്ച് ഡ്രെയിൻ ചെയ്ത ശേഷം നമ്മൾ ഒരു ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു സ്പഞ്ച് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് വെള്ളം ഒപ്പിയെടുക്കുക. അതിൻ്റെ മുകളിലുള്ള ഫ്രെയിം ഒന്ന് മാറ്റിയ ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതേ സ്പഞ്ച് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് പൊക്കി നോക്കാം എന്താ സംഭവിച്ചതെന്ന്. ഒന്നും ആയിട്ടില്ല ഗൈസ്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്തു, വീണ്ടും ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പോവാണ്. വീണ്ടും അതിൻ്റെ മേലെ തന്നെ ഒട്ടി പിടിച്ചിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് തിരിച്ചായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പൾപ്പ് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കഴുകിയെടുത്തിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ട്രൈ ആക്കാൻ പോവാണ്. നല്ലോണം വെള്ളമൊക്കെ ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. പക്ഷേ ഒരു സൈഡ് കുറച്ച് അതുമ്മൽ തന്നെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ ഫസ്റ്റ് ട്രൈ അല്ലേ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പേപ്പർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി. നമ്മൾ പൾപ്പിലേക്ക് കുറച്ചും കൂടെ കളറും അതുപോലെ ഗ്ലിറ്റേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പേപ്പേഴ്സ് ഉണ്ടാക്കാൻ നോക്കുവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിരിച്ചിട്ട് ഒപ്പിയെടുക്കുന്ന സമയത്ത് നമ്മൾ സ്പഞ്ച് ഇടയ്ക്കിടയ്ക്ക് പിഴിഞ്ഞു കൊടുക്കണം. നല്ലോണം വെള്ളം ഡ്രൈ ആക്കി എടുക്കണം. എന്നാലാണ് ഇത് വേഗം വിട്ട് വരത്തുള്ളൂ. ആദ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കിട്ടാണ്ടിരിക്കും. പിന്നെ നമ്മൾ ചെയ്ത് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ ക്ലോത്തൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാർഡ്ബോർഡിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാർഡ്ബോർഡിൽ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാർഡ്ബോർഡിൽ ചെയ്തപ്പോഴും നന്നായിട്ട് തന്നെ വന്നു. ഇനി ഇതൊക്കെ ഡ്രൈ ആയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കാർഡ്ബോർഡിൻ്റെ തന്നെയാണ് നോക്കാൻ പോകുന്നത്. കാരണം അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനായിരുന്നു എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ റെഡ് കളർ കാണുന്നത് നമ്മൾ കുറച്ച് ഫാബ്രിക് പെയിൻറ്റ് സ്പ്രെഡാക്കി കൊടുത്തിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പേപ്പർ വന്നിട്ടുണ്ട്. അതും കാർഡ്ബോർഡിൻ്റെ മേലെ വെച്ചിട്ടാക്കിയിട്ടുള്ളത്.
ഇനി ക്ലോത്തിൽ വെച്ച് ഡ്രൈ ആക്കിയത് നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, കാരണം അതിന് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട്. ഇതാണ് നമ്മൾ ഗ്ലിറ്റർ വെച്ചിട്ടുണ്ടാക്കിയ പേപ്പർ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ടെക്സ്ചറാണ് ഞാൻ പറയുന്നത്. നമ്മളെ ക്ലോത്തിലുള്ള ത്രെഡിൻ്റെ ഒരു ഗ്രിഡ് പാറ്റേൺ ഇല്ലേ, അതാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ തിക്നെസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പേപ്പർ കണ്ടില്ലേ, വളരെ തിന്നായിട്ടുള്ള പേപ്പറാണ്. ഈ ഒരു പേപ്പറാണെങ്കിലോ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ തിന്നായിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും പേപ്പേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് ഒന്ന് ഷാർപ്പാക്കി എടുത്താൽ എങ്ങനെ ഉണ്ടാവും, ഇനി അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഗ്ലിറ്റർ പേപ്പറാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് മടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കണ്ടല്ലോ എന്ന് തോന്നിയിട്ട്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കട്ട് ചെയ്യാത്ത പേപ്പറാണ് ഇഷ്ടമായത്, കാരണം അതിനൊരു വിൻറ്റേജ് ലുക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ കട്ട് ചെയ്യാത്തതാണോ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ്ടേ? അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്ത് വെക്കണം, ഇതിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ അതും കൂടെ ചെക്ക് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഇതൊരു നല്ല ഐഡിയ ആണല്ലേ, പഴയ പേപ്പേഴ്സ് വെച്ചിട്ട് പുതിയ ടെക്സ്ചർ പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിൽ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ടെക്സ്ചേർഡ് പേപ്പർ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പേപ്പർ ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.